അധ്യായം 87 അൽ അഅല. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 19. നാമം. പ്രഥമ സൂക്തത്തിലെ അൽ അഅല എന്ന പദം ഈ സൂറയുടെ നാമമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അവതരണകാലം. പ്രവാചകത്വത്തിന്റെ ആദ്യ നാളുകളിൽ അവതരിച്ച സൂറകളിലൊന്നാണിതെന്ന് ഉള്ളടക്കത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. പ്രവാചകൻ ദിവ്യബോധനം സ്വീകരിക്കുന്നതിൽ തഴക്കം നേടിയിട്ടില്ലാത്ത കാലത്താണത് അവതരിച്ചതെന്ന് 6-ാം സൂക്തത്തിലെ നാം നിനക്ക് വായിച്ചു തരാം, പിന്നെ നീ അത് മറക്കുകയില്ല എന്ന വാക്യവും സൂചിപ്പിക്കുന്നുണ്ട്. ദിവ്യബോധനം അവതരിക്കുന്ന സന്ദർഭങ്ങളിൽ താൻ അതിന്റെ വാക്കുകൾ മറന്നുപോയേക്കുമോ എന്ന് തിരുമേനി ആശങ്കിച്ചിരുന്നു. ഈ ആശങ്കയെ ദൂരീകരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, താങ്കൾ വിഷമിക്കേണ്ട, നാം ഈ വചനം താങ്കൾക്ക് വായിച്ചു തരും, താങ്കൾ അത് മറന്നുപോവുകയില്ല. പിന്നീട് കുറെ കാലത്തിനു ശേഷം സൂറ അൽ ഖിയാമ അവതരിച്ചുകൊണ്ടിരുന്നപ്പോഴും തിരുമേനി ദിവ്യ സന്ദേശം ആവർത്തിച്ചുരുവിടാൻ തുടങ്ങി. അപ്പോൾ അള്ളാഹു അരുൾ ചെയ്തു, പ്രവാചകരെ, ഈ സന്ദേശം പെട്ടെന്ന് ഹൃദിസ്ഥമാക്കുന്നതിനു വേണ്ടി നാക്ക് പിടപ്പിക്കേണ്ടതില്ല. അത് വായിച്ചു തരികയും ഓർമ്മിപ്പിച്ചു തരികയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാകുന്നു. അതുകൊണ്ട് നാം വായിച്ചു തരുമ്പോൾ താങ്കൾ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുക. പിന്നെ അതിന്റെ താൽപര്യം ഗ്രഹിപ്പിച്ചു തരേണ്ടതും നമ്മുടെ ചുമതലയാകുന്നു. ഒറ്റയടിക്ക് അവതരിപ്പിച്ച 113 സൂക്തങ്ങളിൽ വല്ലതും താൻ വിസ്മരിച്ചു പോയാലോ എന്ന് സൂറ ത്വാഹ അവതരിപ്പിച്ചപ്പോഴും തിരുമേനിക്ക് മനുഷ്യസഹജമായ ആശങ്കയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം അത് ഉടനെ മനഃപ്പാഠമാക്കാൻ ശ്രമിച്ചു. അപ്പോൾ നിർദ്ദേശിച്ചു, ഖുർആന്റെ ബോധനം താങ്കളിലേക്ക് പൂർണ്ണമായി എത്തിച്ചേരുന്നതുവരെ അത് വായിക്കുന്നതിൽ ധൃതി കൂട്ടരുത്. അതിനുശേഷം തിരുമേനി ഇങ്ങനെ ഉത്കണ്ഠപ്പെട്ട സന്ദർഭങ്ങളുണ്ടായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഈ 3 സ്ഥലങ്ങളല്ലാതെ ഈ വിഷയം സൂചിപ്പിക്കുന്ന 4-മതൊരു സ്ഥലം ഖുർആനിൽ കാണപ്പെടുന്നില്ല. ഉള്ളടക്കം. 3 പ്രമേയങ്ങളാണ് ഈ സൂറ ഉൾക്കൊള്ളുന്നത്: ഏകദൈവത്വം, നബി തിരുമേനിയുടെ മാർഗദർശനം, പരലോകം. ആദ്യമായി ഒറ്റവാക്യത്തിൽ തൗഹീദ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ നാമത്തെ വിശുദ്ധമാക്കി വാഴ്ത്തുക. അതായത് വല്ല വിധത്തിലുള്ള കുറ്റമോ കുറവോ ദൗർബല്യമോ സൃഷ്ടികളോടുള്ള സാദൃശ്യമോ സൂചിപ്പിക്കുന്ന നാമം കൊണ്ട് ദൈവത്തെ സ്മരിക്കരുത്. കാരണം ഈ ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും അബദ്ധ സിദ്ധാന്തങ്ങളുടെയും അടിവേര് ദൈവത്തെ സംബന്ധിച്ച തെറ്റായ വിഭാവനയാകുന്നു. അത് ആ വിശുദ്ധ അസ്തിത്വത്തിനുള്ള ഏതെങ്കിലും അബദ്ധനാമമായിട്ടാണ് രൂപം കൊള്ളുന്നത്. അതിനാൽ മഹോന്നതനായ അള്ളാഹുവിനെ അവന് ഉചിതമായ വിശിഷ്ടനാമങ്ങളിൽ മാത്രം സ്മരിക്കുക എന്നത് വിശ്വാസ സംസ്കരണത്തിന്റെ ആദ്യപടിയാകുന്നു. അനന്തരം 3 സൂക്തങ്ങളിലായി പറയുന്നു, തന്റെ നാമം വിശുദ്ധമാക്കി വാഴ്ത്തണമെന്ന് കൽപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ റബ്ബ് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും സ്രഷ്ടാവാകുന്നു. അവയെ സന്തുലിതമാക്കിയതും അവയുടെ കണക്കുകൾ നിർണയിച്ചതും അവയുടെ സൃഷ്ടി ലക്ഷ്യം നിറവേറ്റുന്നതിനുള്ള മാർഗം നിർദ്ദേശിച്ചു കൊടുത്തതും അവൻ തന്നെ. നിങ്ങൾ അവന്റെ ശക്തിയുടെ പ്രതിഭാസം ഇപ്രകാരം നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ ഭൂമിയിൽ സസ്യങ്ങൾ മുളപ്പിച്ചു വളർത്തുന്നു, പിന്നെ അവയെ വൈക്കോൽ ചണ്ടിയാക്കി മാറ്റുകയും ചെയ്യുന്നു. വസന്തം കൊണ്ടുവരാനോ ശിശിരത്തിന്റെ വരവ് തടയാനോ കഴിയുന്ന ഒരു ശക്തിയുമില്ല. തുടർന്ന് 2 സൂക്തങ്ങളിൽ നബി തിരുമേനിയോട് ഉപദേശിക്കുന്നു, താങ്കൾക്ക് അവതരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഖുർആൻ പദാനുപദം ഹൃദിസ്ഥമാക്കാൻ കഴിയുന്നതെങ്ങനെയെന്ന് ചിന്തിച്ച് പരിഭ്രമിക്കേണ്ടതില്ല. അവയെ താങ്കളുടെ മനസ്സിൽ രൂഢമാക്കുക നമ്മുടെ ചുമതലയാണ്. അത് മനസ്സിൽ സുരക്ഷിതമാവുക താങ്കളുടെ സാമർഥ്യത്തിന്റെ ഫലമായിട്ടല്ല, മറിച്ച് നമ്മുടെ അനുഗ്രഹഫലമായിട്ടാകുന്നു. നാം ഉദ്ദേശിച്ചാലേ താങ്കൾ അത് മറന്നുപോകൂ. ശേഷം റസൂലിനോട് പറയുന്നു, ഓരോ മനുഷ്യനെയും സന്മാർഗത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരാനൊന്നും താങ്കളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. സത്യപ്രബോധനം മാത്രമാണ് താങ്കളുടെ ചുമതല. സത്യപ്രബോധനത്തിന്റെ ശരിയായ രീതി ഇതാണ്: ഉപദേശം കേൾക്കാനും സ്വീകരിക്കാനും സന്നദ്ധതയുള്ളവരെ ഉപദേശിക്കുക, അതിന് സന്നദ്ധതയില്ലാത്തവരുടെ പിന്നാലെ നടക്കാതിരിക്കുക. ദുർമാർഗത്തിന്റെ ദുഷ്ഫലങ്ങളെ ഭയപ്പെടുന്നവൻ സത്യവചനം കേട്ട് കൈക്കൊള്ളും. അത് കേൾക്കുന്നതിൽ നിന്നും കൈക്കൊള്ളുന്നതിൽ നിന്നും അകന്നുമാറുന്നവൻ അതിന്റെ ദുഷ്ഫലം സ്വയം അനുഭവിക്കുകയും ചെയ്യും. ഒടുവിൽ പ്രഭാഷണം സമാപിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസങ്ങളും സ്വഭാവങ്ങളും കർമ്മങ്ങളും സംസ്കരിച്ചവർക്കും തങ്ങളുടെ നാഥന്റെ നാമം സ്മരിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിച്ചവർക്കും മാത്രമുള്ളതാകുന്നു ജീവിത വിജയം. പക്ഷേ ഈ ഭൗതിക ജീവിതത്തിലെ സുഖസൗകര്യങ്ങളെയും ആനന്ദങ്ങളെയും നേട്ടങ്ങളെയും കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നതത്രേ ആളുകളുടെ അവസ്ഥ. എന്നാൽ മൗലികമായി ചിന്തിക്കേണ്ടത് പരലോകത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടെന്നാൽ ഭൗതിക ലോകം നശ്വരമാകുന്നു,
പരലോകം ശാശ്വതവും. ഭൗതികാനുഗ്രഹങ്ങളെ അപേക്ഷിച്ച് എത്രയോ ഉന്നതവും വിശിഷ്ടവുമാണ് പാരത്രികാനുഗ്രഹങ്ങൾ. ഇത് ഖുർആനിൽ മാത്രം പ്രസ്താവിക്കപ്പെട്ട യാഥാർത്ഥ്യമല്ല. ആദരണീയരായ ഇബ്രാഹിം നബി, മൂസാ നബി തുടങ്ങിയ പ്രവാചക വര്യന്മാർക്ക് അവതീർണമായ ഏടുകളും മനുഷ്യനെ ഉണർത്തിയിട്ടുള്ളത് ഈ യാഥാർത്ഥ്യങ്ങൾ തന്നെയാകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. പ്രവാചകരെ, നിന്റെ അത്യുന്നതനായ നാഥന്റെ നാമം പ്രകീർത്തിക്കുക. നിന്റെ അത്യുന്നതനായ റബ്ബിന്റെ നാമം പരിശുദ്ധമാക്കുക എന്നാണ് ഈ വാക്യത്തിന്റെ പദാനുപദ തർജ്ജമ. ഇതിന് പല ആശയങ്ങളുണ്ട്. എല്ലാം ഇവിടെ ഉദ്ദേശ്യമാകുന്നു. 1. അല്ലാഹുവിനെ ഉചിതമായ നാമത്തിൽ സ്മരിക്കുക. അവന്റെ അത്യുന്നത സത്തയ്ക്ക് യോജിക്കാത്ത ആശയങ്ങളും അർത്ഥങ്ങളുമുള്ള നാമങ്ങൾ ഉപയോഗിക്കരുത്. ന്യൂനതയോ അധമത്വമോ പങ്കാളിത്തമോ സൂചിപ്പിക്കുന്ന നാമങ്ങളും ഉപയോഗിച്ചുകൂടാ. അവന്റെ സത്തയെയോ ഗുണങ്ങളെയോ കർമ്മങ്ങളെയോ സംബന്ധിച്ച തെറ്റായ വിശ്വാസം ഉൾക്കൊള്ളുന്ന നാമങ്ങളും ഉപയോഗിക്കരുത്. ഈ വിഷയത്തിൽ ഏറ്റവും സൂക്ഷ്മമായ രൂപം ഇതാണ്. അല്ലാഹുവിനെ കുറിക്കാൻ അവൻ ഖുർആനിൽ പ്രസ്താവിച്ച പേരുകൾ മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ മറ്റു ഭാഷകളിലുള്ള അതിന്റെ സാധുവായ തർജ്ജമ ഉപയോഗിക്കുക. 2. അല്ലാഹുവിനെ കുറിക്കാൻ സൃഷ്ടികളുടെ നാമമോ സൃഷ്ടികളെ കുറിക്കാൻ അല്ലാഹുവിന്റെ നാമങ്ങളോ ഉപയോഗിക്കാതിരിക്കുക. അല്ലാഹുവിന് മാത്രമല്ലാതെ സൃഷ്ടികൾക്കു കൂടി ബാധകമാകുന്ന ചില ഗുണനാമങ്ങളുണ്ടെങ്കിൽ അവ ഉപയോഗിക്കുന്നത് അനുവദനീയമാകുന്നു. റഊഫ്, റഹീം, കരീം, സമീഅ്, ബസീർ എന്നിവ ഉദാഹരണം. എങ്കിലും അത് ഉപയോഗിക്കുന്നതിൽ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ച് ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കരുത് സൃഷ്ടികളെക്കുറിച്ച് അവ ഉപയോഗിക്കുന്നത്. 3. അല്ലാഹുവിന്റെ നാമം ആദരവോടെയും മര്യാദയോടെയും ഉച്ചരിക്കണം. അല്ലദീ ഖലഖ ഫസവ്വാ. സൃഷ്ടിക്കുകയും സന്തുലിതത്വം സ്ഥാപിക്കുകയും ചെയ്തവന്റെ. ഭൂമി മുതൽ വാനലോകം വരെ സകല വസ്തുക്കളെയും സൃഷ്ടിച്ചു. സൃഷ്ടിച്ചതെന്തിനേയും നേരായും ശരിയായും നിർമ്മിച്ചു. അവയിൽ സന്തുലനവും പരസ്പര യോജിപ്പും കൃത്യമായി സ്ഥാപിച്ചു. ഓരോ വസ്തുവിനെയും ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിച്ചു. ഒരു വസ്തുവിനും ദൈവദത്തമായ അതിന്റെ രൂപത്തേക്കാൾ മികച്ച രൂപം സങ്കല്പിക്കാനേ കഴിയില്ല. ഇക്കാര്യമാണ് സൂറ അസ്-സജ്ദ 7-ാം സൂക്തത്തിൽ ഇപ്രകാരം വ്യക്തമാക്കിയിട്ടുള്ളത്. സൃഷ്ടിവസ്തുക്കളെയെല്ലാം ഭംഗിയായി സൃഷ്ടിച്ചവൻ. ഈ വിധം ലോകത്തിലെ സകല വസ്തുക്കളും സന്തുലിതമായും പരസ്പരം അനുയോജ്യമായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതുതന്നെ അവയുടെയെല്ലാം സ്രഷ്ടാവ് അഭിജ്ഞനായ ഒരു നിർമ്മാതാവാണ് എന്നതിന്റെ സ്പഷ്ടമായ ലക്ഷണമത്രേ. ഒരു യാദൃശ്ചിക സംഭവത്തിനോ നിരവധി സ്രഷ്ടാക്കളുടെ പ്രവർത്തനത്തിനോ പ്രപഞ്ചത്തിലെ എണ്ണമറ്റ ഘടകങ്ങളുടെ സൃഷ്ടിയിലുള്ള ഈ തമ്മിലിണക്കവും മൊത്തം ഘടകങ്ങളുടെ സാകല്യത്തിൽ ദൃശ്യമാകുന്ന ഈ ഭംഗിയും സൗന്ദര്യവും ഉളവാക്കാൻ കഴിയുകയില്ല. വല്ലദീ ഖദ്ദറ ഫഹദാ. വിധി നിർണയിക്കുകയും വഴികാട്ടുകയും ചെയ്തവന്റെ. കണക്ക് നിശ്ചയിക്കുക എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഓരോ വസ്തുവിനും ഈ ലോകത്ത് ചെയ്യാനുള്ളത് എന്താണ്, അത് ചെയ്യാൻ അതിന്റെ പരിമാണം എന്തായിരിക്കണം, രൂപം എന്തായിരിക്കണം, ഗുണവിശേഷങ്ങൾ എന്തായിരിക്കണം, അതിന്റെ സ്ഥാനം എവിടെയായിരിക്കണം, അതിന്റെ നിലനിൽപ്പിനും പ്രവർത്തനത്തിനും എന്തെല്ലാം അവസരങ്ങളും ഉപാധികളും സജ്ജീകരിക്കേണ്ടതുണ്ട്, എപ്പോഴാണത് നിലവിൽ വരേണ്ടത്, ഏതുവരെ അതിന്റെ കർമ്മവിഹിതം നിർവഹിക്കണം, എപ്പോൾ എങ്ങനെ അവസാനിക്കണം എന്നീ കാര്യങ്ങളെല്ലാം ആ വസ്തുവിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഈ സമഗ്രമായ പദ്ധതിയുടെ പേർ അവന്റെ തഖ്ദീർ എന്നാകുന്നു. ഈ തഖ്ദീർ അല്ലാഹു പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും പ്രപഞ്ച സാകല്യത്തിന് മൊത്തത്തിലും നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. സൃഷ്ടികർമ്മം ആസൂത്രിത പദ്ധതി ഒന്നുമില്ലാതെ ഉണ്ടായതല്ല എന്നത്രേ ഇതിനർത്ഥം. സ്രഷ്ടാവിന്റെ മുമ്പിൽ അതിനൊരു സമഗ്രമായ പദ്ധതിയുണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ പദ്ധതി അനുസരിച്ചാണ്. കൂടുതൽ വിശദീകരണത്തിന് സൂറ അൽ ഹിജ്ർ 19-20, അൽ ഫുർഖാൻ 2, അൽ ഖമർ 49, അബസ 19 എന്നീ സൂക്തങ്ങളുടെ വിശദീകരണങ്ങൾ ശ്രദ്ധിക്കുക. വഴികാട്ടുകയും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്. ഒരു വസ്തുവിനെയും സൃഷ്ടിച്ച് വെറുതെ അങ്ങ് വിട്ടുകളഞ്ഞിരിക്കുകയല്ല. ഏത് വസ്തുവിനെയും എന്ത് ധർമ്മം നിർവഹിക്കാനാണോ സൃഷ്ടിച്ചിട്ടുള്ളത് ആ ധർമ്മനിർവഹണത്തിനുള്ള മാർഗം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റു വാക്കുകളിൽ അവൻ സ്രഷ്ടാവ് മാത്രമല്ല മാർഗദർശകനുമാകുന്നു.
ഒരു വസ്തുവിനെ അവൻ ഏതൊരു നിലപാടിലാണോ സൃഷ്ടിച്ചിട്ടുള്ളത്, ആ നിലപാടിന് അനുയോജ്യമായ മാർഗദർശനം ആ വസ്തുവിന്റെ അവസ്ഥയ്ക്കനുഗുണമായ രീതിയിൽ നൽകാനുള്ള ഉത്തരവാദിത്വം അവൻ ഏറ്റെടുത്തിരിക്കുന്നു. ഒരിനം മാർഗദർശനം ഭൂമിക്കും സൂര്യചന്ദ്ര നക്ഷത്രാദികൾക്കുമുള്ളതാണ്. അവ അതനുസരിച്ച് ചലിച്ചുകൊണ്ട് സ്വധർമ്മം നിർവഹിച്ചു വരുന്നു. ജലം, വായു, പ്രകാശം, ഖരവസ്തുക്കൾ, ഖനിജങ്ങൾ തുടങ്ങിയവയ്ക്കുള്ളതാണ് മറ്റൊരിനം മാർഗദർശനം. അതനുസരിച്ച് അവ അവയുടെ സൃഷ്ടി ലക്ഷ്യമായ ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. സസ്യലതാദികൾക്കും അവയ്ക്കനുയോജ്യമായ മാർഗദർശനം നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളെ പിന്തുടർന്നുകൊണ്ട് അവ അന്തരീക്ഷത്തിൽ ശാഖകൾ പരത്തുകയും മണ്ണിനുള്ളിലേക്ക് വേരുകളാഴ്ത്തി അള്ളാഹു സൃഷ്ടിച്ചുവെച്ച പോഷകങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നു. തടിയും ചില്ലകളും ഇലകളും പൂക്കളും കായ്ക്കളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അവയിൽ ഓരോന്നിനും നിശ്ചയിച്ച ധർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നു. കടലിലും കരയിലും വായുവിലുമുള്ള എണ്ണമറ്റ ജീവിവർഗങ്ങളിലെ ഓരോ അംഗത്തിനും ഓരോ തരം മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അത്ഭുതകരമായ പ്രകടനങ്ങൾ ജന്തുക്കളുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും പ്രത്യക്ഷമായി കാണാം. എത്രത്തോളമെന്നാൽ വിവിധ ജന്തുവർഗങ്ങൾക്ക് ഏതോ തരത്തിലുള്ള നൈസർഗിക ജ്ഞാനമുണ്ടെന്ന് സമ്മതിക്കാൻ നാസ്തികർ പോലും നിർബന്ധിതരായിരിക്കുന്നു. ആ ജ്ഞാനമാകട്ടെ മനുഷ്യന് ഇന്ദ്രിയങ്ങളിലൂടെ എന്നല്ല, തന്റെ ഉപകരണങ്ങളിലൂടെ പോലും ലഭ്യമല്ല. പിന്നെ മനുഷ്യന് അവന്റെ വ്യതിരിക്തമായ രണ്ടവസ്ഥകൾക്ക് അനുയോജ്യമായ രണ്ട് സ്വഭാവത്തിലുള്ള മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒന്ന് ജന്തു എന്ന നിലയ്ക്കുള്ള അവന്റെ ജീവിതത്തിന് വേണ്ടിയുള്ളതാകുന്നു. അതുവഴി ഓരോ ശിശുവിനെയും പിറന്ന ഉടനെ മുലപ്പാലുണ്ണാൻ പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ കണ്ണും കാതും നാക്കും മൂക്കും മനസ്സും മസ്തിഷ്കവും കഴുത്തും ശ്വാസകോശവും കരളും കുടലും നാഡിനരമ്പുകളുമെല്ലാം അവയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ മാർഗനിർദ്ദേശമനുസരിച്ചാണ്. മനുഷ്യൻ അത് അറിയുക പോലും ചെയ്യുന്നില്ല. അവന്റെ ഉദ്ദേശ്യത്തിനോ ഇച്ഛയ്ക്കോ ഈ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളിലൊന്നും ഒട്ടും സ്വാധീനവുമില്ല. മനുഷ്യനിൽ ബാല്യം, കൌമാരം, യൗവനം, മധ്യവയസ്കത, വാർദ്ധക്യം മുതലായ ശാരീരിക മാനസിക പരിവർത്തനങ്ങൾ ഉളവായിക്കൊണ്ടിരിക്കുന്നതും ഈ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാകുന്നു. ഇത്തരം മാറ്റങ്ങൾക്കൊന്നും അവന്റെ ഇച്ഛയും സമ്മതവും എന്നല്ല, അവന്റെ അറിവ് പോലും ആവശ്യമില്ല. മനുഷ്യന്റെ ബുദ്ധിപരവും ബോധപൂർവവുമായ ജീവിതത്തിനു വേണ്ടിയുള്ളതാണ് മറ്റേയിനം മാർഗദർശനം. ബോധഹീനമായ ജീവിതത്തിനു വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണിവ. കാരണം ജീവിതത്തിന്റെ ഈ മേഖലയിൽ മനുഷ്യന് ഒരു വക അധികാര സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട്. ഇച്ഛാസ്വാതന്ത്ര്യവും അധികാരവുമില്ലാത്ത ജീവിത മേഖലയ്ക്ക് ഉചിതമാകുന്ന മാർഗനിർദ്ദേശ രീതി ഈ മേഖലയ്ക്ക് ഇണങ്ങുകയില്ല. ഈ രണ്ടാമത്തെ ഇനം ദൈവിക മാർഗനിർദ്ദേശത്തിൽ നിന്ന് പുറംതിരിയാൻ മനുഷ്യന് ബഹുവിധ ന്യായങ്ങൾ ഉന്നയിക്കാം. പക്ഷേ എന്തൊക്കെ ന്യായങ്ങൾ ഉന്നയിച്ചാലും ഒരു കാര്യം അംഗീകരിക്കുന്നത് അവന് ഭൂഷണമായിരിക്കുകയില്ല. സസ്യങ്ങൾ മുളപ്പിക്കുകയും ചെയ്തവന്റെ. അൽ മർഅ എന്നാണ് മൂലപദം. കാലിത്തീറ്റയെ ഉദ്ദേശിച്ചാണ് ഈ വാക്കുപയോഗിക്കാറുള്ളത്. എങ്കിലും ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കാലുകൾ തിന്നുന്ന പുൽച്ചെടികൾ മാത്രമല്ല, മറിച്ച് ഭൂമിയിൽ മുളച്ചു വരുന്ന എല്ലാ സസ്യങ്ങളുമാണെന്നത്രേ വചന പശ്ചാത്തലത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. പിന്നീട് അതിനെ ശുഷ്കിച്ച ചപ്പു ചവറാക്കി മാറ്റുകയും ചെയ്തവന്റെ. അവൻ വസന്തം മാത്രം ഉണ്ടാക്കുന്നവനല്ല, ശിശിരവും ഉണ്ടാക്കുന്നവനാണ് എന്നർത്ഥം. ഈ രണ്ട് കഴിവിന്റെയും പ്രതിഭാസങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വശത്ത് അവൻ ഹരിതാഭമായ സസ്യങ്ങൾ വളർത്തുന്നു. അതിന്റെ തഴപ്പും പ്രസരിപ്പും കണ്ട് നിങ്ങളുടെ മനം കുളിർക്കുന്നു. മറുവശത്ത് അതേ സസ്യങ്ങളെ നിറം കെട്ട് വരണ്ടുണങ്ങി കാറ്റിൽ പറപ്പിക്കുകയും നീരൊഴുക്കിൽ ചപ്പുചവറുകളായി ഒഴുകി നടക്കുകയും ചെയ്യുന്ന ചണ്ടികളാക്കി മാറ്റുകയും ചെയ്യുന്നു. അതുകൊണ്ട് താൻ ഈ ലോകത്ത് വസന്തം മാത്രമേ കാണുകയുള്ളൂ എന്നും ശിശിരം ഒരിക്കലും നേരിടേണ്ടി വരില്ലെന്നും ആരും വ്യാമോഹിക്കേണ്ട. ഇതേ ആശയം വിശുദ്ധ ഖുർആൻ മറ്റു സ്ഥലങ്ങളിൽ വേറെ ശൈലിയിലും പ്രസ്താവിച്ചിട്ടുണ്ട്. സൂറ യൂനസ് 24, അൽ കഹഫ് 45, അൽ ഹദീദ് 20 എന്നീ സൂക്തങ്ങൾ ഉദാഹരണം. നാം നിനക്ക് ഓതിത്തരും, പിന്നെ നീ മറക്കുകയില്ല. ഖുർആൻ വാക്യങ്ങൾ മറന്നുപോകുമെന്ന് പേടിച്ച് നബി തിരുമേനി അത് ആവർത്തിച്ചുരുവിട്ടുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അള്ളാഹു അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. ദിവ്യബോധനം അവതരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ നിശബ്ദനായി അത് കേട്ടുകൊണ്ടിരിക്കണം.
നാം അത് താങ്കൾക്ക് ഓതി തരും. എപ്പോഴും താങ്കളെ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. അതിൽ ഒരു പദം പോലും മറന്നുപോകുമെന്ന് പേടിക്കേണ്ടതില്ല. നബി തിരുമേനിയെ ദിവ്യബോധനം സ്വീകരിക്കാൻ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ സന്ദർഭമാണിത്. ഇതിനു മുമ്പ് സൂറ ത്വാഹ 114 സൂക്തത്തിലും സൂറ അൽ ഖിയാമ 16 മുതൽ 19 വരെ സൂക്തങ്ങളിലുമായി 2 സന്ദർഭങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിൽ നിന്ന് സ്ഥാപിതമാകുന്ന സംഗതി ഇതാണ്: ഖുർആൻ എപ്രകാരം അമാനുഷ ദൃഷ്ടാന്തമായി തിരുമേനിക്ക് അവതരിച്ചുവോ അപ്രകാരമുള്ള അമാനുഷ ദൃഷ്ടാന്തമായി തന്നെ അത് പദാനുപദം നബിയുടെ ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. തിരുമേനി അതിൽ നിന്ന് എന്തെങ്കിലും മറന്നുപോകാനോ ഏതെങ്കിലും പദത്തിന്റെ സ്ഥാനത്ത് സമാനാർത്ഥമുള്ള മറ്റൊരു പദം ഉച്ചരിക്കാനോ ഒരു സാധ്യതയും അവശേഷിപ്പിച്ചിരുന്നില്ല. إلا ما شاء الله إنه يعلم الجهر وما يخفى. അല്ലാഹു ഉദ്ദേശിച്ചതൊഴിച്ച് അവൻ പരസ്യമായതും രഹസ്യമായതും അറിയുന്നവനല്ലോ. അല്ലാഹു ഉദ്ദേശിച്ചതൊഴിച്ച് എന്ന വാക്യത്തിന് രണ്ടർത്ഥങ്ങളാവാം. ഒന്ന്, ഖുർആൻ പദാനുപദം തിരുഹൃദയത്തിൽ സൂക്ഷിക്കപ്പെടുക എന്നത് അദ്ദേഹത്തിന്റെ കഴിവിന്റെ പ്രകടനമല്ല, മറിച്ച് അല്ലാഹുവിന്റെ അനുഗ്രഹവും അവന്റെ ഉദവിയുടെ ഫലവുമാകുന്നു. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ അത് വിസ്മരിപ്പിക്കാൻ കഴിയും. സൂറ ബനി ഇസ്രായേൽ 86 സൂക്തത്തിൽ പ്രസ്താവിച്ച സംഗതി തന്നെയാണിത്. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ദിവ്യബോധനത്തിലൂടെ നിനക്ക് നൽകിയതെല്ലാം നാം പോക്കിക്കളയുക തന്നെ ചെയ്യും എന്നാണ് അവിടെ പറയുന്നത്. മറ്റൊരാശയം ഇങ്ങനെയുമാകാം: വല്ലപ്പോഴും താൽക്കാലികമായി താങ്കളെ മറവി ബാധിക്കുകയും ഏതെങ്കിലും സൂക്തമോ വാക്കോ താൽക്കാലികമായി മറന്നുപോവുകയും ചെയ്യുന്നത് ഈ വാഗ്ദാനത്തിൽ നിന്നൊഴിവാകുന്നു. ഖുർആനിലെ ഏതെങ്കിലും പദം താങ്കൾ സ്ഥിരമായി മറന്നുപോവുകയില്ല എന്ന് മാത്രമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബുഖാരിയുടെ ഈ നിവേദനം ഈ ആശയത്തെ ബലപ്പെടുത്തുന്നു. ഒരിക്കൽ സുബ്ഹ് നമസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ നബി തിരുമേനി ഒരു സൂക്തം ഒഴിവാക്കി. നമസ്കാരാനന്തരം ഉബയ്യ് ഇബ്നു കഅബ് തിരുമേനിയോട് ചോദിച്ചു, ആ സൂക്തം ദുർബലപ്പെട്ടതാണോ? തിരുമേനി പറഞ്ഞു, അല്ല, ഞാൻ മറന്നുപോയതാണ്. അവൻ പരസ്യമായതും രഹസ്യമായതും അറിയുന്നവനല്ലോ എന്നാണ് ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നു എന്ന അർത്ഥത്തിലുള്ള പൊതുവായ വാക്കാണിത്. ഈ വാക്യം അരുളിയ സന്ദർഭം മുന്നിൽ വെച്ച് ചിന്തിച്ചാൽ ഇതിന്റെ ആശയം ഇപ്രകാരമാണെന്ന് മനസ്സിലാക്കാം: താങ്കൾ ജിബ്രീലിനോടൊപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആനും അല്ലാഹുവിനറിയാം. താങ്കളെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അത് മറന്നുപോയാലോ എന്ന ഭയമാണെന്നും അവനറിയാം. അതുകൊണ്ട് താങ്കൾ അത് മറന്നുപോവില്ലെന്ന് നാം ഉറപ്പു തരുന്നു. നാം നിനക്ക് സുഗമമായ വഴിയൊരുക്കിത്തരുന്നതാകുന്നു. അതിനാൽ നീ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുക. പ്രബോധനം ഫലപ്രദമാണെങ്കിൽ. ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവിൽ ഈ 2 വാക്യങ്ങളെ വെവ്വേറെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രഥമ വാക്യത്തിന് അവർ ഇങ്ങനെ അർത്ഥം നൽകിയിരിക്കുന്നു: നാം താങ്കൾക്ക് ഒരു ലളിതമായ നിയമവ്യവസ്ഥ നൽകുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുക അനായാസകരമാകുന്നു. 2ാം വാക്യത്തിനർത്ഥം ഇതാണ്: ഫലപ്രദമാകുമെങ്കിൽ ഉപദേശിക്കുക. എന്നാൽ നമ്മുടെ വീക്ഷണത്തിൽ ഫദക്കിർ എന്ന പദം 2 വാക്യങ്ങളെയും ബന്ധിപ്പിക്കുകയും പിൻവാക്യത്തിന്റെ ആശയത്തെ മുൻവാക്യത്തിന്റെ ആശയത്തിന്റെ തുടർച്ചയാക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ദിവ്യവചനത്തിന്റെ താൽപര്യം നാം മനസ്സിലാക്കുന്നതിങ്ങനെയാണ്: പ്രവാചകരെ, പ്രബോധന കാര്യത്തിൽ താങ്കളെ ക്ലേശിപ്പിക്കാൻ നാം ഉദ്ദേശിക്കുന്നില്ല. താങ്കൾ ബധിരന്മാരെ കേൾപ്പിക്കണമെന്നോ അന്ധന്മാർക്ക് വഴി ദൃശ്യമാക്കണമെന്നോ നാം ആവശ്യപ്പെട്ടിട്ടില്ല. മറിച്ച് അനായാസകരമായ ഒരു രീതിയാണ് താങ്കളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. വല്ലവരും പ്രയോജനപ്പെടുത്താൻ തയ്യാറായേക്കും എന്ന് തോന്നുന്നിടത്ത് ഉദ്ബോധനം നടത്തുക എന്നതാണത്. ആരാണ് പ്രയോജനപ്പെടുത്താൻ സന്നദ്ധതയുള്ളവർ, ആരാണ് സന്നദ്ധതയില്ലാത്തവർ എന്ന് മനസ്സിലാക്കാൻ കഴിയുക പൊതുവായ പ്രബോധനത്തിൽ നിന്നാണെന്ന് വ്യക്തമാണല്ലോ. അതുകൊണ്ട് പൊതുപ്രബോധനം തുടർന്നുകൊണ്ടിരിക്കണം. പക്ഷെ അതിന്റെ ലക്ഷ്യം ഈ സന്ദേശം പ്രയോജനപ്പെടുത്തുകയും സന്മാർഗം കൈക്കൊള്ളുകയും ചെയ്യുന്ന ദേവദാസന്മാരെ അന്വേഷിക്കുക എന്നതായിരിക്കണം. അവരാണ് താങ്കളുടെ ശ്രദ്ധയർഹിക്കുന്നവർ. അവരുടെ ശിക്ഷണശീലങ്ങളിൽ താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അവരെ വെടിഞ്ഞുകൊണ്ട് ഒരുവിധ ഉദ്ബോധനവും സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അനുഭവത്തിലൂടെ താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുടെ പിന്നാലെ നടക്കേണ്ട കാര്യമൊന്നുമില്ല.
സൂറ അബസ 5 മുതൽ 12 വരെയുള്ള സൂക്തങ്ങളിൽ മറ്റൊരു രീതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതാണ്ട് ഇതേ ആശയം തന്നെയാണ്. സ്വയം പോന്നവനായി ചമയുന്നവനാരോ അവനെ നീ ശ്രദ്ധിക്കുന്നു. എന്നാൽ അവൻ നന്നായില്ലെങ്കിൽ നിനക്കെന്ത്? നിന്റെ അടുക്കൽ ഓടിയണയുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവനോട് നീ വൈമുഖ്യം കാട്ടുന്നു. ഒരിക്കലുമില്ല. ഇതൊരു ഉദ്ബോധനമാകുന്നു. ഇഷ്ടമുള്ളവർ അത് സ്വീകരിക്കട്ടെ. ദൈവഭയമുള്ളവൻ പ്രബോധനം സ്വീകരിക്കും. മനസ്സിൽ ദൈവഭയവും ദുഷിച്ച പരിണതിയെക്കുറിച്ച് ഉത്കണ്ഠയുമുള്ളവന് മാത്രമേ താൻ ദുർമാർഗത്തിൽ അകപ്പെട്ടു പോകരുത് എന്ന വിചാരമുണ്ടായിരിക്കൂ. അവൻ മാത്രമേ സന്മാർഗവും ദുർമാർഗവും തമ്മിലുള്ള വ്യത്യാസവും വിജയത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും പാതയും പറഞ്ഞുകൊടുക്കുന്ന ദൈവദാസന്മാരുടെ ഉദ്ബോധനം ശ്രദ്ധിക്കുകയുള്ളൂ. തികഞ്ഞ ഭാഗ്യഹീനൻ അകന്നു പോവുകയും ചെയ്യും. അവനാകട്ടെ കൊടും തീയിൽ വേവേണ്ടവനാണ്. പിന്നെ അവൻ അതിൽ മരിക്കുകയില്ല, ജീവിക്കുകയുമില്ല. അവന് ശിക്ഷയിൽ നിന്നൊഴിവാകാൻ മരണമുണ്ടാവില്ല. ജീവിതത്തിന്റെ വല്ല സുഖവും ലഭിക്കുന്ന ജീവിതവും ഉണ്ടാവില്ല. അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഉപദേശം ഒട്ടും സ്വീകരിക്കാതെ അന്ത്യശ്വാസം വരെ സത്യനിഷേധത്തിലും ബഹുദൈവത്വത്തിലും ദൈവനിഷേധത്തിലും ഉറച്ചു നിന്നവർക്കുള്ളതാണ് ഈ ശിക്ഷ. എന്നാൽ മനസ്സിൽ വിശ്വാസം പുലർത്തിയവരും പക്ഷേ ദുഷ്കർമ്മങ്ങളുടെ പേരിൽ നരകത്തിലെറിയപ്പെടുന്നവരുമായ ആളുകളെ സംബന്ധിച്ച് ഹദീസുകളിൽ വന്നിട്ടുള്ളതിങ്ങനെയാണ്: അവർ തങ്ങളുടെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അവരെ മരിപ്പിക്കും. പിന്നെ അവർക്കുവേണ്ടി ശുപാർശ സ്വീകരിക്കും. എന്നിട്ട് അവരുടെ കരിഞ്ഞ ജഡങ്ങൾ സ്വർഗ്ഗത്തിലെ നദികൾക്കടുത്ത് കൊണ്ടുവന്നു കിടത്തും. സ്വർഗ്ഗസ്ഥരോട് അവരുടെ മേൽ വെള്ളമൊഴിക്കാൻ പറയും. വെള്ളം കിട്ടിയാൽ സസ്യങ്ങൾ മുളച്ചു പൊങ്ങുന്നതുപോലെ ആ വെള്ളം മൂലം അവർ ജീവിച്ചെഴുന്നേൽക്കും. ഈ ആശയം പ്രവാചകനിൽ നിന്ന് മുസ്ലിം അബൂ സഈദ് അൽ ഖുദ്രി മുഖേനയും ബസ്വാർ അബൂ ഹുറൈറ മുഖേനയും ഉദ്ധരിച്ചിട്ടുണ്ട്. വിശുദ്ധി കൈക്കൊണ്ടവൻ വിജയിച്ചിരിക്കുന്നു. കുഫറും ശിർക്കും വർജിച്ച് സത്യവിശ്വാസം കൈക്കൊള്ളുകയാണ് വിശുദ്ധി കൈക്കൊള്ളുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുസ്വഭാവങ്ങൾ വെടിഞ്ഞ് സൽസ്വഭാവങ്ങൾ സ്വയത്തമാക്കലും ദുർവൃത്തികൾ വെടിഞ്ഞ് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കലും അതിന്റെ വിവക്ഷയിൽപ്പെടുന്നു. വിജയം എന്നതുകൊണ്ടുദ്ദേശ്യം ഭൗതിക സൗഖ്യമല്ല, മറിച്ച് യഥാർത്ഥ വിജയമാകുന്നു. അതോടൊപ്പം ഭൗതിക സൗഖ്യവും കൂടി ലഭിച്ചാലും ഇല്ലെങ്കിലും ശരി. കൂടുതൽ വിശദീകരണത്തിന് സൂറ യൂനുസ് 17, അൽ മുഅ്മിനൂൻ 1, 11, 56, ലുക്മാൻ 5 എന്നീ സൂക്തങ്ങളുടെ വിശദീകരണങ്ങൾ ശ്രദ്ധിക്കുക. അവൻ തന്റെ നാഥന്റെ നാമം സ്മരിക്കുകയും പിന്നെ നമസ്കരിക്കുകയും ചെയ്തവൻ. സ്മരണ എന്നതിൽ മനസ്സുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നതും നാവുകൊണ്ട് അള്ളാഹുവിനെ ഭജിക്കുന്നതും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. രണ്ട് കാര്യങ്ങളും ദിക്റുള്ള എന്നതിന്റെ നിർവചനത്തിൽപ്പെട്ടതാണ്. ഓർക്കുക മാത്രമല്ല, നിഷ്ഠയനുസരിച്ച് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കാൻ പ്രായോഗികമായി സന്നദ്ധനായിരുന്നുവെന്നും തന്റെ റബ്ബിനെ സ്മരിക്കാൻ ജാഗ്രതയുള്ളവനായിരുന്നുവെന്നും അവൻ തെളിയിച്ചിട്ടുമുണ്ട്. ഈ സൂക്തത്തിൽ രണ്ട് കാര്യങ്ങൾ ക്രമപ്രകാരം പ്രസ്താവിച്ചിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ സ്മരിക്കുക, പിന്നെ നമസ്കരിക്കുക. ഇതുപ്രകാരമാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നമസ്കാരത്തിന്റെ തുടക്കമെന്ന് നിശ്ചയിച്ചത്. പക്ഷേ നിങ്ങൾ ഭൗതിക ജീവിതത്തിന് മുൻഗണന നൽകുകയാണ്. നിങ്ങളുടെ ചിന്തകൾ അത്രയും ഭൗതിക ജീവിതത്തിന്റെ സുഖസൗഖ്യങ്ങളെയും നേട്ടങ്ങളെയും രസങ്ങളെയും കുറിച്ച് മാത്രമാകുന്നു. ഇവിടെ എന്ത് ലഭിച്ചാലും അതുതന്നെയാണ് യഥാർത്ഥ നേട്ടമെന്ന് നിങ്ങൾ കരുതുന്നു. ഇവിടെ വല്ലതും വിലക്കപ്പെട്ടാൽ അതുതന്നെയാണ് നിങ്ങൾക്ക് സംഭവിച്ച യഥാർത്ഥ നഷ്ടമെന്നാണ് നിങ്ങളുടെ വിചാരം. എന്നാൽ പരലോകമാകുന്നു ശ്രേഷ്ഠവും ശാശ്വതവുമായിട്ടുള്ളത്. ഭൗതിക ജീവിതത്തെ അപേക്ഷിച്ച് പരലോക ജീവിതം രണ്ട് നിലയ്ക്ക് മുൻഗണനാർഹമാകുന്നു. ഒന്ന്, പാരത്രിക ജീവിതത്തിലെ സുഖാനന്ദങ്ങൾ ഭൗതിക ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളെക്കാളും മികച്ചതാണ്.
2. ഭൗതിക ജീവിതം നശ്വരമാണ്, പാരത്രിക ജീവിതമാകട്ടെ ശാശ്വതമാണ്. إن هذا لفي الصحف الأولى ഈ സന്ദേശം പൂർവികമായ ഏടുകളിലും പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതാകുന്നു. صحف إبراهيم وموسى ഇബ്രാഹീമിന്റെയും മൂസായുടെയും ഏടുകളിൽ. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും ഏടുകളിലെ അധ്യാപനത്തെ പരാമർശിക്കുന്ന രണ്ടാമത്തെ സ്ഥലമാണിത്. നേരത്തെ സൂറ അൻ-നജ്മ് 33 മുതൽ 62 വരെയുള്ള സൂക്തങ്ങളിലാണ് ഒരു പരാമർശം വന്നിട്ടുള്ളത്.